നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 27, 28, 29 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത്. ദയവേത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദിനഫലങ്ങൾ ഞങ്ങൾ മാത്രമാണ് ഇടുന്നത്. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ആഗസ്റ്റ് 27 ഉച്ചയ്ക്ക് 1:35 PM മുതൽ ആഗസ്റ്റ് 29 രാത്രി 9:37 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, ആദ്യം ഭാഗ്യ നിറങ്ങൾ നോക്കാം. 27 വ്യാഴാഴ്ച മഞ്ഞ, 28 വെള്ളിയാഴ്ച ചുവപ്പ്, 29 ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇളം നിറങ്ങൾ കഴിവതും ഉപയോഗിക്കുക. ഓക്കെ, ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 27, 28, 29 തീയതികളിൽ രാവിലെ 4:41 AM മുതൽ 5:29 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 27, 28, 29 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 27 തീയതി ഉച്ചയ്ക്ക് 11:59 AM മുതൽ 12:48 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ് 27 തീയതി. 28 തീയതി 11:59 AM മുതൽ 12:47 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ് 28 തീയതി. 29 തീയതി രാവിലെ 11:58 AM മുതൽ ഉച്ചയ്ക്ക് 12:47 PM വരെയാണ് 29 തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും മന്ത്രജപങ്ങൾക്കും ആത്മീയ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുക. രാഹുകാലം 27 തീയതി ഉച്ചയ്ക്ക് 1:55 PM മുതൽ ഉച്ചയ്ക്ക് ശേഷം 3:26 PM വരെയാണ് 27 തീയതി രാഹുകാലം. 28 തീയതി രാഹുകാലം 10:52 AM മുതൽ 12:23 PM വരെയാണ് 28 തീയതി രാഹുകാലം. 29 തീയതി 9:20 AM മുതൽ 10:51 AM വരെയാണ് 29 തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 27/8/2026 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 7, 6, 2, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 28/8/2026 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 2, 6, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 29/8/2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 6, 0, 1 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഫലങ്ങൾ നോക്കാം. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും നിൽക്കുന്നു. മേടം രാശിക്ക് ഗുണാധിക്യമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. മേടം രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി ഇടവൻ രാശി കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും ഇല്ല. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും നിൽക്കുന്നു. ഇവർക്ക് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മിഥുനം രാശി എന്ന് പറയുമ്പോൾ
മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ചൊവ്വ, ശനി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപകട സാധ്യതയുണ്ട്. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. മിഥുനം രാശിക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും, തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും, പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവപ്പെടും. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ചൊവ്വ, സർപ്പം, ചന്ദ്രൻ, വ്യാഴം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഒരു പരിധിവരെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. എങ്കിലും അതിനൊക്കെ ഒരു പൂർണ്ണതക്കുറവ്, പൊലിമക്കുറവ് ഒക്കെ ഉണ്ടാവാം. തടസ്സങ്ങൾ ഒക്കെ പ്രതീക്ഷിക്കാം. കർക്കിടക രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. എങ്കിലും ധനവരവൊക്കെ ഉണ്ടാവുമെങ്കിൽ എല്ലാറ്റിനും ഒരു കാലതാമസം, പൊലിമക്കുറവ്, പൂർണ്ണതക്കുറവ് ഒക്കെ അനുഭവപ്പെടും. കർക്കിടക രാശിക്ക് അല്പം പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണ്. ഇനി ചിങ്ങം രാശി മകം, പൂരം, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചൊവ്വ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. ചന്ദ്രനും അനുകൂലമാണ്, ശുക്രനും അനുകൂലമാണ്. എങ്കിലും 6 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അല്പം പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഭൗതിക സുഖങ്ങൾക്ക് പൊലിമക്കുറവ്, പൂർണ്ണതക്കുറവ് ഉണ്ടാവാം. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. ശനി അഷ്ടമത്തിലാണ്. ഓക്കെ. ഇനി കന്നിരാശി ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണെങ്കിലും ശനി, സൂര്യൻ, ബുധൻ ഇവ പ്രതികൂലമാണ്. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. അപകട സാധ്യതയുണ്ട്. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. പൊതുവെ ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. എങ്കിലും 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണെന്നുള്ള ഓർക്കുക. ഓക്കെ. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം, ശുക്രൻ ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ വാഹനലാഭം ഉണ്ടാവാം. തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും സാധ്യതയുണ്ട്. എങ്കിലും കാലാവസ്ഥ അത്ര നല്ലതല്ല. എനിവേ കന്നിരാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി തുലാം രാശി ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. പിതൃസ്വത്ത് ലഭിക്കാം. പിതാവിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവാം. 5ാം ഭാവത്തിൽ ചന്ദ്രനും സർപ്പവും, പിന്നെ നമുക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യനും നിൽക്കുന്നു. അപ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം. പിതാവിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവാം. തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. സന്താനങ്ങൾക്ക് ഐശ്വര്യം,
ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ശനി അനുകൂലമായതിനാൽ എല്ലാറ്റിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ്, അത്യധികം ഗുണാധിക്യമായിട്ട് ഫലം പറയുന്നു. പൊതുവെ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും ഇല്ല. ഓക്കെ, ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ്, എങ്കിലും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ചൊവ്വ നിൽപ്പുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച മുരുകന്, അതായത് സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. വാഹനങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുക, അപകട സാധ്യതയുണ്ട്. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം. കർമ്മഭാവത്തിൽ സൂര്യനുണ്ട്, സൂര്യനും ബുധനും. അപ്പോൾ കർമ്മരംഗം അല്പം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക, എങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ദൈവാധീനം, ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ധനുരാശി. മൂലം പൂരാട ഉത്രാടം ആദ്യപാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം ശനി, വ്യാഴം, ചൊവ്വ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷകളിലൊക്കെ സാധ്യതയുണ്ടെങ്കിലും പൊതുവെ അത്ര നല്ല ദിവസങ്ങളല്ല ഇവർക്ക്. വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാം. ഓക്കെ, ഇനി മകരം രാശി. മകരം രാശിക്ക് ഗുണാധിക്യമാണ്. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും വിജയസാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. ശനി അനുകൂലമായതിനാൽ സാങ്കേതിക മികവിലൂടെ നേട്ടങ്ങൾ സുനിശ്ചിതമാണ്. വ്യാഴവും ശുക്രനും അനുകൂലമായതിനാൽ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഇവർക്ക് സൂര്യൻ പ്രതികൂലമാണ്. അപ്പോൾ ഞായറാഴ്ച പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന് ജലധാര നടത്തുക. ഓക്കെ, ഇനി കുംഭൻ രാശി. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ദോഷാധിക്യമാണ്. 6 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനി, വ്യാഴം, സർപ്പം, ശിഖി, സൂര്യൻ, ബുധൻ ഇവയെല്ലാം പ്രതികൂലമാണ്. തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. അപകട സാധ്യതയുണ്ട്. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ഇവർക്ക് എല്ലാ കാര്യത്തിനും ഒരു തടസ്സം, പൊലിമക്കുറവ്, പൂർണ്ണതക്കുറവ്, കാര്യതടസ്സം ഇവയൊക്കെ അനുഭവപ്പെടാം. കുംഭൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ശനി, ചൊവ്വ, ചന്ദ്രൻ, സർപ്പം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപകട സാധ്യതയുണ്ട്. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് വ്യാഴം, സൂര്യൻ, ബുധൻ, ശിഖി ഇവ അനുകൂലമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ ഒരു തടസ്സങ്ങൾ എല്ലാറ്റിനും പ്രതീക്ഷിക്കാം.
പിതൃഗുണം, സന്താന നേട്ടം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. എങ്കിലും പൊതുവെ അത്ര നല്ല ദിവസങ്ങളല്ല മീനം രാശിക്ക്. വെളിച്ചച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.